ഇന്ന് നിനക്ക് സ്കൂൾ വിശേഷമൊന്നും പറയാനില്ലേ? പ്രത്യേകിച്ച് ജാനിക്കുട്ടിയുടെ കാര്യം. അവളാണല്ലോ നിന്റെ ഹീറോയിൻ, റോൾ മോഡല്. എന്റെ അമ്മേ, ഞാൻ ഇതുവരെ ജാനിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊന്നും അല്ല ശരിക്കുള്ള കഥ. അതൊരു ഭയങ്കര സംഭവാ. എന്ത് സംഭവം? അമ്മേ, ഇന്ന് ഞാനൊരു സത്യം അറിഞ്ഞത്. ജാനിക്കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല അമ്മേ. നീയല്ലേ മുമ്പ് പറഞ്ഞത് ജാനിക്കുട്ടിയുടെ അമ്മ അതേ സ്കൂളിലെ തന്നെ ടീച്ചറാണെന്നും ജാനിക്കുട്ടിയുടെ അച്ഛൻ വില്ലേജ് ഓഫീസറാണെന്നും ഒക്കെ? ഞാനെങ്ങനെയാ വിചാരിച്ചു വെച്ചിരുന്നേ. പക്ഷെ സത്യം അതൊന്നുമല്ല. രത്നമ്മ ടീച്ചറിനും ഹസ്ബൻഡിനും കുട്ടികൾ ഉണ്ടാവാതിരുന്ന കാലത്ത് ജാനിക്കുട്ടി അവര് ദത്തെടുത്തതാ. ഓ, നേരാണോ ഇത്? അതോ നിന്നെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അമ്മ ഇവിടെ പൊട്ടാസ് പുളുവും കേട്ട് നിൽക്കുകയാണോ? ഇതുവരെ ആയില്ലേ ബനാന ഫ്രൈ? കുറെ നേരം ആയില്ലേ തുടങ്ങിയിട്ട്? ഇപ്പൊ ശരിയാക്കി തരാം. വായും പൊളിച്ച് അവിടെ ഇരുന്നോ. എന്താടി ആണുങ്ങൾ വർത്തമാനം പറയുന്നിടത്തൊരു നുഴഞ്ഞു കയറ്റമേ. നീ ബാക്കി പറമോളെ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവിടെ ചപ്ലാച്ചിയും കേട്ടോണ്ടും? നീ മിണ്ടാതെ അവിടെങ്ങാനും ഇരിക്കെ. വല്ല അനാഥാലയത്തിനും ആണോ മോളെ ദത്തെടുത്തത്? അല്ലെന്നേ, ഒരു റിലേറ്റീവിന്റെ മോളെ ചോദിച്ചു വാങ്ങിയതാ. സ്വന്തം മോളായിട്ട് കരുതി പൊന്നുപോലെ നോക്കി വളർത്തിക്കൊള്ളാന്ന് വാക്ക് കൊടുത്തിട്ട്. ആൾത്തൂക്കം പൊന്നു തരാന്ന് പറഞ്ഞാലും സ്വന്തം മോളെ ആരെങ്കിലും വലോർക്കും കൊടുക്കൂടി? ജാനിക്കുട്ടിയുടെ അമ്മ പണ്ടേ മരിച്ചുപോയതാ അമ്മേ. അച്ഛന് ജോലിയും വരുമാനം ഒന്നുമില്ല. മോളെ വളർത്താൻ ഒരു വഴിയുമില്ല. മോളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തതാ. 2.5 വയസ്സുള്ളപ്പോ ദത്തെടുത്തതാ അവര്. എന്നിട്ട് സ്വന്തമായിട്ട് മക്കളുണ്ടായപ്പോ ആർക്കും ജാനിക്കുട്ടിയെ വേണ്ട. അവൾ ആ വീട്ടിലൊരു അധികപ്പെറ്റായി. ശരിക്കു പറഞ്ഞ അവളിപ്പോ ഒരു അനാഥയാ. ഇപ്പൊ എത്ര വർഷമായി അവരവളെ ദത്തെടുത്തിട്ട്? 36 വർഷമായി. ഓ, അത്രയും വർഷമായോ? എന്നിട്ട് അതിന്റെ കല്യാണം? എന്താ നീ പറഞ്ഞത്? 36 വർഷോ? ആ, 36 വർഷം. എന്റെ അമ്മ ഇവളെ ആസാക്കിയതല്ലേ? 36 വയസ്സുള്ള കുട്ടിയാണോ +2 പഠിക്കുന്നത്? നീ എന്നെ കളിയാക്കിയതല്ലേ? അമ്മയൊന്ന് കണക്ക് കൂട്ടി നോക്കിയേ. 2.5 വയസ്സിൽ ദത്തെടുത്ത കുട്ടി എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നു. എന്ത് പ്രായം വരും? എത്ര വർഷമായി കാണും ദത്തെടുത്തിട്ട്? പിന്നെ ഞാനിപ്പോ ലസാഗു കാണാൻ പോവല്ലേ. എന്ത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ? നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറ. അല്ല പിന്നെ അല്ല, ഇവൾക്കൊന്നും ഒരു ജാനിക്കുട്ടിയുടെ കഥ മാത്രമേ പറയാനുള്ളൂ. ആ സ്കൂളില് വേറെ സ്റ്റുഡൻസ് ആരും ഇല്ലേ? ഒരു ജാനിക്കുട്ടി. അമ്മ ഇവിടെ പുളൂസ് മുഴുവൻ മൂളി കേൾക്കാൻ നിന്നിട്ടാ. വേണ്ട, തലയിരിക്കുമ്പോ വാലാടണ്ട കേട്ടോ. ഏതാടി തല, ഏതാ വാല്? അതുപോലും അറിയില്ലല്ലോ വലിയ MCA-കാരൻ. കണ്ണും മൂക്കും വായും ഒക്കെയുള്ള ഭാഗം തല. ഹെലികോപ്റ്ററിന്റെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ലേ? തുമ്പിയുടെ വാല് പോലെ. അത് വാല്. നീ എന്നെ ഒത്തിരി പഠിപ്പിക്കലേടി, ഞാൻ പെട്ടെന്ന് പാസ്സായി പോവും. ഇതൊക്കെ നീ എങ്ങനെയാടി അറിഞ്ഞേ? തലയും വാലുവോ? കുന്തം ആ പെങ്കൊച്ചിനെ ദത്തെടുത്തതാണെന്ന്. ഇന്ന് അവള് സ്കൂളിൽ തലകറങ്ങി വീണു. എന്താ സംഭവം അറിയണ്ടേ? ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. ഇന്ന് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ചോറും കൊണ്ടുവന്നില്ല. തല ചുറ്റി വീഴാനുള്ള 3 കാരണങ്ങൾ റെഡി. അവള് പറയട്ടെ ജിത്തു, നീ അവളെ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്താതെ. അമ്മേ, ആ വീട്ടുകാര് അവൾക്ക് ശരിക്കും ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ല. ആ വീട്ടിലെ മുഴുവൻ ജോലിയും അവള് തന്നെ ചെയ്യും. തൂക്കലും തുടയ്ക്കലും വാഷിങ്ങും കുക്കിങ്ങും സകലതും. ആ രത്നമ്മ ടീച്ചറാണെങ്കിൽ അവളെ കണ്ണെടുത്താ കണ്ടുടാ. ഇതൊന്നും നിനക്ക് മുന്നേ അറിയില്ലായിരുന്നോ? ഇല്ലെന്നേ. ഇന്ന് തലചുറ്റി വീണപ്പോ രത്നമ്മ ടീച്ചറെ വിവരം അറിയിച്ചു. ടീച്ചർ ഒന്ന് വന്ന് നോക്കിയത് പോലും ഇല്ല. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ കൂട്ടുപോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, രത്നമ്മ ടീച്ചർ എന്താ ഇങ്ങനെ പെരുമാറുന്നേന്ന്. അപ്പോഴും അവള് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞേ. അയ്യോ കഷ്ടം. അമ്മേ, ഒരു കോഫി കിട്ടിയാ ഞാൻ സ്ഥലം വിട്ടോളാം. പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും അയക്കോ. ഇപ്പൊ തരാടാ, നീ ഇവിടെ ഇരിക്കെ.